എൻ്റെ പേര് നിയാസ്. എൻ്റെ ഫാദർ KCBയിൽ വർക്ക് ചെയ്ത് റിട്ടയർഡ് ആളാണ്. മോട്ടർ അടിച്ച് വെള്ളം ഇത് ചെയ്യുന്നിടത്ത് പ്രത്യേകിച്ച് വേനൽക്കാലത്ത് ഒരുപാട് വെള്ളം താഴെപ്പോൾ ഭയങ്കര കറണ്ട് ചാർജ് ആയിരുന്നു. AC വർക്കിംഗ് ആണ്. മൊത്തത്തിൽ നോക്കാൻ നേരത്ത് ഞങ്ങൾക്ക് ഭയങ്കര ബില്ലായിരുന്നു. ഒരിക്കലും ഇമാജിൻ ചെയ്യാത്ത രീതിയിലുള്ള ബില്ലായിരുന്നു. അങ്ങനെ ഫാദർ തീരുമാനിച്ചിട്ടാണ് സോളാർ വെച്ചത്. ആദ്യം 3000 വരുമെന്ന്, പിന്നെ കാലക്രമേണ 4000 ഉപയോഗം കൂടുന്തോറും 4500, 5000, 6000 രൂപ വരുമായിരുന്നു. അതിന്റെ മുകളിലും ഒരു തവണ വന്നിട്ടുണ്ട്. ഇത് വെച്ചതിന് ശേഷം നമുക്ക് 200, 250, 300 നമ്മളെ ബാധിക്കുന്ന രീതിയിൽ ഇതുവരെ വന്നിട്ടില്ല. തീർച്ചയായിട്ടും ഇത്രയും കറണ്ട് ബില്ല് കൊടുക്കുന്നതിന് നല്ലത് ഈ ഒരു തവണ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതായിരിക്കും നല്ലത്. നമ്മൾ വച്ചതിന് ശേഷം നമ്മുടെ അയൽവക്കത്തൊക്കെ പലരും വെച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം ഒരു 200, 250, 300 രൂപയിൽ നിൽക്കാൻ പാകത്തിനുള്ള അത് മൂപ്പൻസിൽ വന്ന് സംസാരിച്ചപ്പോൾ അവിടുന്ന് നിങ്ങളുടെ ആവശ്യം എന്താണോ അതനുസരിച്ച് ചെയ്യ് എന്നുള്ള രീതിയിൽ ചെയ്തതാണ്. 3.5 kW ഇൻസ്റ്റലേഷനാണ് നടന്നത്. അപ്പോൾ അവർ തന്നെ അവിടുന്ന് ഒരാളെ വിട്ട് സ്ട്രക്ചർ ഉണ്ടാക്കി അതാണ് ചെയ്തത്. സർട്ടിഫൈഡ് ആണ്. നമ്മൾ വെച്ചതിന് ശേഷം പലരും ചോദിക്കുക, ഞാൻ മൂപ്പൻസ് പറയുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇവിടെ തൊട്ടടുത്താണ്, നമുക്ക് വലിയ ദൂരമില്ല. വിളിച്ചാൽ ആളെപ്പോഴും ഒന്നല്ലെങ്കിൽ ഒന്ന് ഒരാളെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. ഇവിടുത്തെ പൈസ എന്തായാലും അങ്ങനെയാണ്. ഒരു 5000 രൂപ വെച്ച് 10 മാസം കൊണ്ട് 50,000, 2 കൊല്ലം കൊണ്ട് 1,00,000 രൂപയോ. അപ്പോൾ അത് മുതലായിട്ട് തന്നെ വരുള്ളൂ. നമുക്ക് നല്ല കറണ്ട് ബില്ലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ബോർവെല്ല് അടിക്കാൻ നേരത്തെ അറിയാൻ പറ്റും. ജെറ്റാണ്. വേനൽക്കാലം ആകുമ്പോൾ വെള്ളം ഒരുപാട് അടി പോകും. പിന്നെ ഇപ്പോൾ സ്കൂട്ടർ 105 കിലോമീറ്ററാണ് ഫുൾ ചാർജിൽ ഓടുള്ളൂ. AC കാര്യങ്ങളിലൊക്കെ വരാൻ നേരത്തെ നമുക്കത് ഉപയോഗത്തിൽ വരും. AC എന്തായാലും മരങ്ങളൊന്നും ഇവിടെ വലിയ കാര്യമായിട്ടില്ല. അപ്പോൾ ഫുൾ ടൈം വർക്കിംഗ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ AC ഇടയ്ക്കിടയ്ക്ക് ഓഫ് ചെയ്യണം. രാത്രിയൊക്കെ ടൈമർ ഇട്ട് ഓഫ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഹാപ്പിയാണ്.